പോവണ്ടേയോ സഹോദരാ പരലോകത്തെങ്ങും പാർക്കുവാൻ, പോകും വഴിക്കുള്ള ഭക്ഷണം പൊതിയിൽ നിറക്കുവീൻ ക്ഷണം. അല്ലാഹു ഖുതുബുസ്സമാന്റെ ഹക്ക് കൊണ്ട് അവിടുത്തെ ചാരത്ത്, അവിടുത്തെ ഉറൂസിന്റെ ഭാഗമായി അവിടുന്ന് വെട്ടിത്തെളിച്ച് നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധ ബന്ധാവിനെ പുരസ്കരിക്കാൻ നമ്മളെല്ലാവരും ഇങ്ങനെ അണിയിച്ചൊരുക്കപ്പെട്ട ചേതോകരമായ ഈ സദസ്സിൽ വന്ന് സാന്നിധ്യം അറിയിച്ച് സന്നിഹിതരായത് അവിടുത്തെ ഒരു പൊരുത്തമായി, അവിടത്തോട് നാം കാണിക്കുന്ന അധമ്യമായ സ്നേഹോഷ്മളമായ അഭിനിവേശമായി അള്ളാഹു നമ്മളിൽ നിന്ന് സഫലീകരിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഖുതുബുസ്സമാന്റെ ചാരത്ത് വന്ന് അവിടുത്തെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന, മമ്പുറം മഖാമിൽ വന്നിട്ട് ദുആ ചെയ്യുന്ന, ഇവിടെ ഒരുപാട് സഹകരണങ്ങൾ നൽകി അള്ളാഹുവിനോട് അവരുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പങ്കുവെക്കുന്ന ശതകണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ വലിയ ഭാരങ്ങൾ ഏറ്റിവന്ന ആളുകൾ. എന്തോ ഒരു ഭാരം ഇറക്കി വച്ച ഒരു പ്രതീതി, ഒരു അത്താണി കണ്ട ചുമട്ടുകാരനെ പോലെ പലപ്പോഴും അവരുടെ വ്യാകുലതയും ആകുലതയും ഒക്കെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആ മാനസിക അവസ്ഥകളിൽ നിന്നൊക്കെ വലിയ വിമോചനം നേടി വലിയ ഭാരങ്ങളൊക്കെ തന്നെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പ്രതീതി കൈവരിച്ച് പലപ്പോഴും തിരിച്ചു പോകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരിലൂടെ നമ്മളെ സഹായിക്കുന്നു, നമ്മുടെ കാര്യങ്ങളെ നിറവേറ്റി തരുന്നു. അതിനെയൊക്കെ ഉത്കടമായിട്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസധാരയുടെ മുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കഴുകണം. പങ്കിലമായ പാപപങ്കിലമായ നമ്മുടെ കൽബുകൾ കണ്ണീര് കൊണ്ട് കഴുകി വെളുപ്പിക്കണം. അങ്ങനെ ഹൃദയം തെളിമയുള്ളതാകുമ്പോഴാണ് ഖബറിൽ നമുക്ക് സുഖമായി ശയ്യ കൊള്ളാൻ സാധ്യമാകുന്നത്. എല്ലാം കൽബുമായി ബന്ധപ്പെട്ടതാണല്ലോ. അല്ലാഹുമ്മ അസ്ലിഹി റാഇ വറഇയ്യ എന്ന് ഒരു ഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുവേ തമ്പുരാനെ, എന്റെ ശരീരത്തിൽ ആട്ടിടയനുമുണ്ട്, ആ ആട്ടിടയന്റെ നേതൃത്വത്തിൽ മേയ്ക്കപ്പെടുന്ന ആട്ടിൻപറ്റങ്ങളുമുണ്ട് തമ്പുരാനെ. അതുകൊണ്ട് അല്ലാഹുമ്മ അസ്ലിഹി റാഇ വറഇയ്യ, എന്റെ ശരീരത്തിലെ ആട്ടിടയനെയും ആ ആട്ടിടയന്റെ നേതൃത്വത്തിൽ മേയ്ക്കപ്പെടുന്ന ആട്ടിൻപറ്റങ്ങളെയും നീ നന്നാക്കണേ തമ്പുരാനെ. അപ്പോഴാണ് സ്വഹാബത്ത് തിരുനബിയോട് ചോദിക്കുന്നത്, മനിർ റാഇ യാ റസൂലല്ലാഹ് വമനിർ റഇയ്യതു യാ റസൂലല്ലാഹ്. പുണ്യനബിയെ, നമ്മുടെ ശരീരത്തിലുള്ള ഇടയൻ ആരാണ്? ആ ഇടയനാൽ മേക്കപ്പെടുന്ന ആട്ടിൻപറ്റങ്ങൾ ആരൊക്കെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പ്രതിവചനമായിട്ട് മൊഴിയുകയാണ്, അൽ ഖൽബു ഹുവർ റാഇ വറഇയ്യതു വൽ ജവാരിഹു അർറഇയ്യ. ഏതാണ് റാഇ എന്ന്? അതുകൊണ്ട് ഹൃദയമാകുന്ന ഇടയനാൽ മേയ്ക്കപ്പെടുന്ന ആട്ടിൻപറ്റ വർഗമാണ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് എല്ലാ അവയവങ്ങളും. അപ്പൊ കേന്ദ്ര കഥാപാത്രം അത് ഹൃദയമാണ്. നായകൻ ഹൃദയമാണ്. സംവിധാനം ചെയ്യുന്നത് മുഴുവൻ ഹൃദയമാണ്. ആ ഹൃദയം നഷ്ടപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഇവിടെ ഫലപ്രദമായി എന്നുള്ളതിന്റെ അർത്ഥം. എവിടെയും അങ്ങനെയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك وطاعتك يا رب العالمين. അവിടെയും കൽബാൻ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പടച്ചോനെ നിന്റെ ദീനിലായി, നിനക്ക് വഴിപ്പെടുന്നൊരവസ്ഥയിലായി നീ വഴി നടത്തണേ തമ്പുരാനെ എന്ന് പരിശുദ്ധ റസൂൽ ദുആ ചെയ്യുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി ജീവിതത്തിന്റെ പ്രാഥമിക പാഠശാലയിൽ പഠിച്ചിങ്ങനെ വരികയാണ്, വളർന്നു വരികയാണ്.
മസ്ജിദിൽ കയറി. മധ്യാഹ്ന നേരമാണ്, ദുഹാ നിസ്കാരത്തിന്റെ ഒരു സന്ദർഭമാണ്. പള്ളിയിൽ കയറിയിട്ട് ദുഹാ നിസ്കാരത്തിന് തക്ബീർ കെട്ടിയതിന്റെ ശേഷം അദ്ദേഹം ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം അറിയാതെ പിന്നിൽ നിന്ന് പരിശുദ്ധ ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വളരെ ജാഗ്രതയോടുകൂടെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. ആ നിരീക്ഷണ സന്ദർഭത്തിൽ വിശ്വഗുരു കണ്ടെത്തി ഒരു കാര്യം. എന്താണ്? അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിൽ അലക്ഷ്യമായി കൈവിരലുകളെ ഇങ്ങനെ പായിച്ചിട്ട് കളിക്കുകയാണ്. നിസ്കാരമാണ് എന്ന ശ്രദ്ധ നഷ്ടപ്പെടുത്തി താടിരോമങ്ങളിൽ ഇങ്ങനെ വിരലോട്ടിയിട്ട് കളിക്കുകയാണ്. അദ്ദേഹം അറിയാതെ ആ നിസ്കാരക്കാരനായ ആളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇതിങ്ങനെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന അനുയായികളോട് പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അമാ ഹാദാ, ആ കാണുന്ന നിസ്കാരക്കാരനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലൗ ഖശഅ ഖൽബുഹു, അദ്ദേഹത്തിന്റെ ഖൽബെങ്ങാനും അല്ലാഹുവിനെ പേടിച്ചിരുന്നു എങ്കിൽ ലഖശഅത് ജവാരിഹുഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ആസകലം അല്ലാഹുവിനെ പേടിച്ചേനെ. പക്ഷെ ഇപ്പോ ഈ ശരീരത്തിന്റെ പല അവയവങ്ങളും അലക്ഷ്യമായി അവിടെ സഞ്ചരിച്ച് ഇവിടെ സഞ്ചരിച്ച് താടിയിലൂടെ വിരലോട്ടി അതെങ്ങനെ ഒരു തരത്തിലുള്ള യാന്ത്രികമായ നമസ്കാര നിർവഹണം അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കേന്ദ്ര കഥാപാത്രമാകുന്ന ഹൃദയം ഈ പള്ളിയിൽ ഹാജരല്ല. പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ നിസ്കാരത്തിന് തക്ബീർ കെട്ടിയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കഥാപാത്രം, സലാം വീട്ടി കഴിഞ്ഞതിന്റെ ശേഷം പള്ളിയിലേക്ക് വരുന്ന ഒരു അതിഥി, അതാണ് പലപ്പോഴും നമ്മുടെ ഹൃദയം. അതുകൊണ്ട് സ്വഫ് കെട്ടുമ്പോഴും നിസ്കരിക്കുമ്പോഴും നീയത്ത് വെക്കുമ്പോഴും ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും നമ്മുടെ മസ്ജിദിൽ സാന്നിധ്യം അറിയിക്കേണ്ട ആള് അത് നമ്മളല്ല, നമ്മുടെ ഹൃദയമാണ്. അതാണ് പരിശുദ്ധ റസൂൽ ഇവിടെ പറഞ്ഞതിന്റെ സാരം. ലൗ ഖശഅ ഖൽബുഹു, ആ നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഹൃദയമെങ്ങാനും പരിശുദ്ധ റബ്ബിനെ ഭയപ്പെട്ടിരുന്നു എങ്കിൽ ലഖശഅത് ജവാരിഹുഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ മുഴുവൻ അടക്കത്തോടെ വളരെ മനോഹരമായി അനക്കത്തോടെ സൂക്ഷ്മതയോടെ നിസ്കാരത്തിൽ ഒന്നുകൂടി പങ്കെടുക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയും ഇവിടെ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നബിതങ്ങൾ ഉദ്ധരിച്ച വാക്കും തമ്മിൽ ഒന്ന് ക്ലബ് ചെയ്യാൻ താല്പര്യപ്പെടാൻ. എന്താണ് നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്? അല്ലാഹുമ്മ സുലിഹിർ റാഇ വറഇയ, പടച്ചോനെ തമ്പുരാനെ ഞങ്ങളുടെ ശരീരത്തിലുള്ള ആട്ടിടയനെയും ആ ആട്ടിടയനാൽ മേക്കപ്പെടുന്ന ആട്ടിൻ പറ്റങ്ങളെയും നീ നന്നാക്കണേ റബ്ബേ. അത് നന്നായി കിട്ടുക എന്നുള്ളതാണ് പുതിയ കാലത്തും പഴയ കാലത്തും ഒരുപോലെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. യുവർ ഗോൾസ് ഷുഡ് ബി ചാലഞ്ച് യുവർ സെൽഫ്, അല്ലേ? നമ്മളിപ്പോൾ ഒരു ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആ ഡെസ്റ്റിനേഷനെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഒരു ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ, യാത്രാവേളയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഹോട്ടലിൽ കയറി ചായ കുടിക്കുമ്പോഴും റൂമിൽ കയറിയിട്ട് റെസ്റ്റ് എടുക്കുമ്പോഴും മറുതലക്കൽ ഒരു ഫോൺ വരുമ്പോൾ ഫോണിലൂടെ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നീ ഇപ്പം എന്ത് ചെയ്യാണ്? നമ്മൾ ചായ കുടിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം, റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം, ഞാൻ ഇന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് എന്നാണ് ആദ്യം നമ്മൾ ശീർഷകം നൽകുക. കാരണം നമ്മുടെ പ്രഥമ പരിഗണനീയമായ ലക്ഷ്യം ആ യാത്രയാണ്. അപ്പൊ ഒരു ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്ത് യാത്ര ആരംഭിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. പോവണ്ടേയോ സഹോദരാ പരലോകത്തെങ്ങും പാർക്കുവാൻ, പോകും വഴിക്കുള്ള ഭക്ഷണം പൊതിയിൽ നിറക്കുവീൻ ക്ഷണം. പഴയകാല ആളുകൾ പാടുന്നൊരു പാട്ടാണിത്, അല്ലേ? എവിടേക്കാണ് യാത്ര? അവര് ടൂർ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് എങ്ങോട്ടാണ്? അതിന്റെ ഫ്രെയിം വർക്കിൽ നിന്നിട്ടാണ് അവര് അങ്ങാടിയിൽ പോയി ചില്ലാനം വാങ്ങുന്നത്. ആ ഫ്രെയിം വർക്കിന്റെ അകത്ത് നിന്നിട്ടാണ് അവര് മക്കളെ കല്യാണം നടത്തി വിടുന്നത്. എല്ലാ കാര്യങ്ങളും ഈ ലക്ഷ്മണരേഖയുടെ അതിർത്തി ലംഘിക്കാതെയാണ്. അതാണ് വിഹിതം. ആ ലക്ഷ്മണരേഖ ലംഘിക്കുമ്പോഴാണ് അത് അവിഹിതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അധാർമിക പ്രവണതകളൊക്കെ നടക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഹൃദയം ലക്ഷ്മണരേഖ ലംഘിക്കുമ്പോഴാണ്. ആ ലക്ഷ്മണരേഖയുടെ വരുതിയിൽ നമ്മുടെ മക്കളെ നിർത്താൻ കുടുംബപരമായി ഒരു ഗാർഹിക അന്തരീക്ഷം, അതിന് പറ്റുന്ന ഒരു സ്വച്ഛന്തമായ
അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രക്ഷിതാവിന്റെ ബാധ്യത. പുതിയ മക്കളാണ്, ആ പുതിയ മക്കളുടെ മുമ്പിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് A+കൾക്കും ടോപ്പ്+കൾക്കും പകരം ജീവിതത്തിലെ A+. ഒരു കുട്ടി അഖ്ലാഖിൽ A+ നേടുക, അല്ലെങ്കിൽ അഖ്ലാഖിൽ ടോപ്പ്+ നേടുക എന്നുള്ള ദൗത്യത്തിന്റെ അപ്പുറത്ത് അഖ്ലാഖ് എന്ന് പറയുന്ന സബ്ജക്റ്റിലൂടെ ഒരു കുട്ടി അഖ്ലാഖ് കിട്ടിയിട്ട് ജീവിതത്തിൽ ടോപ്പ്+ നേടുക എന്നുള്ള ലക്ഷ്യം നമ്മളെ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലേ? അത് SSLC പരീക്ഷയിലാണെങ്കിലും ഹയർ സെക്കൻഡറി പരീക്ഷയിലാണെങ്കിലും ആത്യന്തിക ലക്ഷ്യം ധാർമ്മികതയിലും ആർദ്രതയിലും കരുണയിലും സഹിഷ്ണുതയിലും ഒക്കെ ഊന്നിയിട്ടാകണം എന്നാണ് ദീന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ദീനിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഫുൾ A+ എന്ന് പറയുന്ന ഒരു കവിത എടുത്ത് വായിക്കാൻ സാധ്യമായി. ഫുൾ A+ എന്നാണ് കവിതയുടെ പേര്. SSLCയിൽ A+ കുറഞ്ഞു പോയതിന് മനം നൊന്തത് വീട്ടുകാർക്ക് എന്നാണ് ആ കവിതയിലെ ആദ്യ വരി. ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആശുപത്രിയിൽ പൂർത്തിയായി. അപ്പൊ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ മസ്തകത്തിന് ആഞ്ഞു വെട്ടുക. മരിച്ചു കിടക്കുന്ന ഒരു മൃതദേഹമാണല്ലോ. മരണകാരണങ്ങളെ കണ്ടെത്തണം. സൂക്ഷ്മമായ പരിശോധനകൾ പോസ്റ്റ്മോർട്ടം ടേബിളിന്റെ മുകളിൽ അനിവാര്യമാണ്. നാളെ ഒരു കേസും കുതൂഹലവും കുലുമാലും ആകുമ്പോൾ അതിന് മറുപടി പറയേണ്ടതും അല്ലെങ്കിൽ അതിന്റെ തുടരന്വേഷണങ്ങളൊക്കെ നടക്കുന്നത് ഈ റിപ്പോർട്ടിന് അനുസൃതമായിട്ടാകും. സ്വാഭാവികം. അതുകൊണ്ട് മരണം അസ്വാഭാവികമാണ്, ആത്മഹത്യയാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അപ്പൊ മസ്തകത്തിന്റെ അറ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ വലിയ ഉളിയെടുത്ത് ആയുധമെടുത്തിട്ട് വെട്ടിപ്പൊളിച്ചപ്പോ ഒരു ചെറിയ അറ കണ്ടു മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ. ആ അറ തുറന്നപ്പോ ആ കൊച്ചു അറയുടെ ഉള്ളിൽ ശ്വാസം മുട്ടി കുരുങ്ങി ചത്തുകിടക്കുന്നു ബാല്യകാലത്തിലെ കൊന്നയും തുമ്പയും കളിച്ചിരികളും. ഈ കുട്ടിയുടെ മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ ശ്വാസം മുട്ടി കിടക്കുന്നത് കൊന്നയും തുമ്പയും കളിച്ചിരികളുമാണ്. ഡോക്ടർ വലിയ അറ തുറക്കാൻ വേണ്ടി പണിപ്പത് പാടുപെട്ട് ശ്രമിച്ചു. പക്ഷെ അത് ആരോ താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ആ പൂട്ടിന്റെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നു വലിയ അക്ഷരം കൊണ്ട് ഫുൾ A+. അവസാനം പരിശോധനകൾ പൂർത്തിയായി. വെട്ടിക്കീറിയ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ മൃതദേഹത്തെ തുന്നിപ്പൂട്ടി ഡോക്ടർ ബന്ധുക്കൾക്ക് കൈമാറിയപ്പോ റിപ്പോർട്ടിൽ ഡോക്ടർ ഒരു കുറിപ്പടി എഴുതി, സ്വാഭാവിക മരണം. അങ്ങനെയാണ് കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഇന്നത്തെ കാലത്ത് തീർത്തും റെലവന്റായ ഫുൾ A+ എന്ന് പറയുന്ന ആ കവിത പര്യവസാനം കുറിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ ആ കവിത പാടിപ്പോകുന്നതിലപ്പുറം, പറഞ്ഞു പോകുന്നതിലപ്പുറം, പാരായണം ചെയ്യുന്നതിലപ്പുറം നവകാലത്തെ വിദ്യാർത്ഥികളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വലിയ ഇരട്ടക്കുഴൽ തോക്കായിട്ട് നമ്മുടെ നേരെ നീട്ടിപ്പിടിച്ച ഒരു ആയുധമായിട്ട് കുരീപ്പുഴയുടെ ഈ കവിത മാറുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറി അറ്റൻഡറായ B. വിമൽ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ കോവിഡ് കഴിഞ്ഞതിന്റെ ശേഷം ഞാനൊക്കെ ജോലിക്കാരനായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ പേരുകേട്ട വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ പോസ്റ്റ്മോർട്ടം ടേബിളിന്റെ മുകളിലേക്ക് എത്തിയ ശിശുക്കളുടെ, കൗമാരക്കാരുടെ മൃതദേഹങ്ങളിൽ മിക്ക മൃതദേഹങ്ങളും ഡോക്ടർ കീറിപ്പൊളിച്ച് പരിശോധന നടത്തി തുന്നിപ്പൂട്ടി വെള്ള വസ്ത്രം ധരിച്ച് ബന്ധുക്കൾക്ക് തിരികെ നൽകിയത്, അല്ലെങ്കിൽ ആത്മഹത്യാ ടേബിളിന്റെ മുകളിലേക്ക് വന്ന മിക്ക മൃതദേഹങ്ങളും ക്യാൻസർ വന്ന് മരിച്ചതല്ല, അപകടം സംഭവിച്ച് മരണപ്പെട്ട കുഞ്ഞുങ്ങളല്ല. അതിൽ മിക്ക കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തതാണ്. ഇന്ന് അങ്ങനെയാണ്. ഹംഫ്രി രചിച്ച ദി ഫൈനൽ എക്സിറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ ഉള്ളില് അദ്ദേഹം പറയുന്ന രംഗണ്ട്. സോക്രട്ടീസ് ഉപയോഗിച്ചൊരു വിഷച്ചെടിയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെ മരിക്കാം എന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ. ഹൃദയം നഷ്ടപ്പെടുകയാണ്, അല്ലേ? ഹൃദയം നഷ്ടപ്പെട്ട ഒരു തരത്തിലുള്ള ജീവിതം, താരതമ്യങ്ങള് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിന്റെ മുന്നിലാണ് നമ്മളൊക്കെ വളരെ വലിയ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കണ്ടിട്ട്, നമ്മുടെ പുതിയ തലമുറകളെ കണ്ടിട്ട് അടുത്ത ശിശുക്കൾ വളരട്ടെ, അവരൊക്കെ ഹൃദയമുള്ളവരാകട്ടെ. ഹൃദയം നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ മുമ്പിൽ ഹൃദയം നൽകാൻ നമുക്കൊക്കെ സാധ്യമാകണം. കുശുംബിന്റെ കാലഘട്ടത്തിൽ, കുന്നായ്മയുടെ കാലഘട്ടത്തിൽ, അല്ലേ? തസവുഫ് ഈ സൂഫി ചക്രവാള സീമയിലെ
അനശ്വരമായ ഒരു താരകമാണല്ലോ കുതുബുസ്സമാൻ, കാലഘട്ടത്തിന്റെ കുതുബാൻ. മഹാനായ മമ്പുറത്തെ തങ്ങളുപ്പാപ്പ അവിടുത്തെ സൂഫി പരിവേഷത്തിലൂടെ ഇവിടെ നൽകിയ ഒരു അനുരാഗത്തിന്റെ ഒരു മനോഹരമായ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് എല്ലാവരെയും ഉൾക്കൊള്ളലിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതാണ് ഞാൻ ആർദ്രത എന്ന് അടിവരയിട്ട് ഇവിടെ പരാമർശിച്ചത്. ഇന്ന് കാലുഷ്യങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അസൂയ എവിടെയും കണ്ടെത്താൻ പറ്റൂല. എവിടെന്നെങ്കിലും ഒന്ന് ഡിറ്റക്ട് ചെയ്യാനോ ഒരു ബ്ലഡ് കൊടുത്തിട്ട് ഡയഗ്നോസ് ചെയ്യാനോ സാധ്യമാവാത്ത ഏറ്റവും വലിയ ഭീകരം മാരകവുമായ അസുഖമാണല്ലോ അസൂയ. അസൂയ ഉണ്ടെങ്കിൽ അത് ആ മനുഷ്യനെയും കൊണ്ടേ പോകൂന്നൊക്കെ പറയാറുണ്ട്. കാരണം എന്താണ്? അസൂയ മനുഷ്യന്റെ എല്ലാ സംസ്കാരങ്ങളെയും നശിപ്പിക്കുന്ന ഒരു ഭീകര ജീവിയാണ്, ഒരു ഹിംസ്ര ജന്തുവാണ്. അതങ്ങനെ തന്നെ താണ്ഡവമാടും എന്നാണ്. എത്ര സ്ഥലങ്ങളിലാണ് നിബിധങ്ങൾ ഈ ഹൃദയരോഗത്തിൽ നിന്ന് കാവൽ തേടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തത്? ലാ യജ്തമിഉ ഫീ ഖൽബി റജുലിൻ ഫീ ജൗഫി അഹദിൻ, ഒരു മനുഷ്യന്റെ അന്തരംഗങ്ങളിൽ ഒരേ സമയം ഒരുമിച്ച് കൂടുക അസാധ്യമാണ്. അൽ ഈമാനു വൽ ഹസദ്, അസൂയയും ഈമാനും ഒരേ സമയം ഒരാളുടെ കൽബിൽ ഉണ്ടാവുക എന്നുള്ളത് അത് അസ്വാഭാവികമാണ്, അല്ലെങ്കിൽ അസംഭവ്യമാണ്. ഒന്നുകിൽ ഹസദോടുകൂടെ അവൻ ജീവിക്കട്ടെ, അല്ലെങ്കിൽ സൈഫായി ഈമാനോടുകൂടെ അവൻ ജീവിക്കട്ടെ. അപ്പൊ നമുക്ക് മറ്റൊരാളോട് കുശുമ്പോ കുന്നായ്മയോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിനെ അടക്കം സാരമായി ബാധിക്കുമെന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് ദീൻ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യുന്നത് അംറാദുൽ ഖുലൂബിനെയാണ്, ഹൃദയരോഗങ്ങളെയാണ്. ഈ മഹാന്മാര് മുഴുവൻ ആദ്യം ചികിത്സിച്ചത്, മഹാനായ മമ്പുറത്തെ തങ്ങൾ പാപ്പാനെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഹൃദയരോഗങ്ങളുടെ ഡോക്ടേഴ്സാണ്. അതിനെ ചികിത്സിക്കുന്ന അതിന്റെ ത്വബീബുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ത്വബീബ്, ഹൃദയരോഗങ്ങളുടെ വിശ്വഗ്വരൻ. ആ വിശ്വഗ്വരനാണ് തങ്ങൾ പാപ്പാനെ പോലെയുള്ള ആളുകൾ. അവര് ചികിത്സിക്കുന്നത് അവരുടെ നോട്ടം, തർബിയത്തിന്റെ നോട്ടം ഉണ്ടായിരുന്നു അല്ലെ? അവരുമായിട്ടുള്ള മുറാഫഖ, അവരുമായിട്ടുള്ള സഹവാസം, അവരോടുകൂടെയുള്ള സമ്പർക്കം, അതൊക്കെ തന്നെ മറ്റുള്ളവരെ മാറ്റിയെടുക്കാറുണ്ടല്ലോ. അപ്പൊ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമാവുക, മസ്തിഷ്കം തൊടാൻ കഴിയുന്ന ആൾക്കാര് അതാണിവര്. നമ്മൾ പറയാറുണ്ട് ഒരാളുടെ മസ്തിഷ്കം തൊടാൻ ആർക്കാണ് സാധ്യമാവുക? അപ്പൊ പറയും ഈ ബ്രെയിനൊക്കെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാർക്കാണ് ഒരാളെ തലച്ചോറ് തൊടാൻ കഴിയാതെ. പക്ഷെ അത് അയാളുടെ ബോധത്തോടു കൂടെ അല്ലല്ലോ. അയാൾക്ക് വളരെ ഗൗരവത്തില് സ്ട്രോങ് ആയ ശക്തിയുള്ള അനസ്തെറ്റിക് മെഡിസിൻ കൊടുത്തിട്ട് അയാളുടെ ബോധത്തെ തൽക്കാലത്തേക്ക് മറപ്പിച്ചു വെച്ചതിന്റെ ശേഷമല്ലേ അയാളുടെ ബ്രെയിന് ഒരു ശല്യചികിത്സ ആയുധത്തിന്റെ അകമ്പടിയോടുകൂടെ ഒരു ഡോക്ടർ ശസ്ത്രക്രിയ നടത്തുന്നത്. എന്നാൽ ഒരാളുടെ ഓർമ്മയെ അസ്തമിപ്പിക്കാതെ, ഒരാളെ ബോധം കെടുത്താതെ ഒരാളുടെ മസ്തകത്തിൽ മറ്റൊരാൾക്ക് തൊടാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് ഹൃദയപരത ഉള്ള ഒരാൾക്ക് മാത്രമാണ്. ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ആൾക്ക് മറ്റുള്ളവരുടെ തലച്ചോറ് തൊടുക, തലച്ചോറ് തൊട്ട് സംസാരിക്കുക, തലച്ചോറ് തൊട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത്തിപ്പറ്റ ഉസ്താദ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ ഒരു യാത്ര ചെയ്ത മനുഷ്യൻ ഹൃദയത്തിൽ എന്തൊക്കെയോ ആവാഹിച്ചെടുത്തിട്ടാണ് പോകുന്നത്. ഒരു 10 പുസ്തകം വായിച്ചാൽ കിട്ടാത്തത് അല്ലെ, 10 ക്ലാസ് റൂമുകളിൽ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാത്ത ഒന്ന് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ ഒരു യാത്ര ചെയ്ത സാധാരണക്കാരന് കിട്ടി. അതെന്താണ്? അത് ഹൃദയപരതയാണ്. അപ്പൊ സൂഫികൾ കൺവേ ചെയ്യുന്ന വലിയൊരു നാഗരികതയുണ്ട്. അതെന്താണ്? അത് ഹൃദയപരതയാണ്. ആ ഹൃദയപരതയോടുകൂടെയാണ് അവർ എല്ലാ സ്ഥലത്തേക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അസ്തമിക്കുന്നതിന്റെ ലക്ഷണമാണ് ഞാൻ ഒന്നാമതായി ഇവിടെ സൂചിപ്പിച്ച അസൂയ എന്നൊക്കെ പറയുന്നത്. ഒരാൾക്ക് ഹസദ് ഉണ്ടെങ്കിൽ അല്ലെ, ആ ഹസദ് അടുപ്പിലേക്ക് നീട്ടപ്പെട്ട ഉണങ്ങിയ വിറക് കൊള്ളിയെ തീ നശിപ്പിക്കും പോലെ നിങ്ങളുടെ അമലുകളെ, നിങ്ങളുടെ കൽബിന്റെ ഉള്ളിനെ വരിഞ്ഞു മുറുക്കിയ അസൂയ, ഇത്തിക്കണ്ണിയാകുന്ന അസൂയ നശിപ്പിക്കും. ഇപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് അസൂയുണ്ട്, അത് വേറൊരാളോടാണല്ലോ. ഈ അസൂയ എന്ന് പറയുന്നതിന്റെ ജലസിയുടെ താരീഫ് തന്നെ എന്താണ്? അത് പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിക്കുക, തമന്നി സവാല നിഅമത്തുൽ ആഖർ, മറ്റൊരു മനുഷ്യന്റെ നിഅമത്തിനെ നീങ്ങിപ്പോകണം എന്ന് നമ്മൾ താല്പര്യപ്പെടുക എന്നുള്ളതാണല്ലോ അസൂയയുടെ ഡെഫിനിഷൻ. അല്ലാതെ അവന് കിട്ടിയ അനുഗ്രഹം എന്താണോ അത് അപ്പാടെ എനിക്ക് കിട്ടണം എന്ന ആഗ്രഹമല്ല അല്ലേ? അങ്ങനെയാണെങ്കിലും നമുക്ക് സമ്മതിക്കായിരുന്നു, കുറച്ച് അംഗീകരിക്കായിരുന്നു. കാരണം എന്താ?
അവന് കിട്ടിയ പോലെയുള്ള വീട്, അവന് കിട്ടിയ പോലെയുള്ള വാഹനം, അവന് കിട്ടിയ പോലെയുള്ള ഖ്യാതി, അവന് കിട്ടിയ പോലെയുള്ള കീർത്തി, അവന് കിട്ടിയ പോലെയുള്ള പ്രശസ്തി, അംഗീകാരം, അത് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു താല്പര്യമാണെങ്കിൽ അതൊരു ആഗ്രഹമാണ്. പക്ഷെ അസൂയ എന്ന് പറയുന്നത് അതല്ല. എനിക്ക് കിട്ടണം എന്ന് ഒട്ടും അശേഷം താല്പര്യമില്ല. അവന് കിട്ടിയത് എന്താണോ അത് നഷ്ടപ്പെട്ട് കണ്ടാൽ മതി. ഇതൊരു അസുഖമാണല്ലോ, ഇത് ഭീകരമായ അസുഖമാണ്. കാരണം മറ്റൊരാൾക്കുള്ള അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളെ മനസ്സിങ്ങനെ അഭിലഷിക്കുക. എന്നിട്ട് അവന്റെ അനുഗ്രഹങ്ങൾ എത്ര തോതിൽ വളരുന്നോ അതിനനുസരിച്ച് നമ്മളെ സഫോക്കേഷൻ വളരുക, നമ്മളെ ശ്വാസം മുട്ടൽ വളരുക. ഇത് ഭീകരമായ ഒരു രോഗമല്ലേ? ഇത് ഡയഗ്നോസ് ചെയ്യാൻ കഴിയോ? ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ കൊണ്ടുപോയി ബ്ലഡ് കൊടുത്താൽ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു രോഗമാണോ ഇത്? പിന്നെ ആരാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്? ഇത് ചികിത്സിക്കേണ്ട ക്ലിനിക്കുകൾ എവിടെയാണ്? ഇതിന്റെ ഹോസ്പിറ്റലുകൾ എവിടെയാണ്? അവിടെയാണ് മഖാമുകൾ നൽകുന്നത്. ഹൃദയത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയാണ്. മുഖപ്രസന്നത കുറയാ. നമ്മുടെ കൽബിന്റെ ഉള്ളിൽ അസൂയ കയറിയതിന്റെ അടയാളം മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതാണ്. അവന്റെ ബശാശ, അവന്റെ മുഖപ്രസന്നത അവനറിയാതെ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മറ്റൊരാളോട് സലാം പറയാൻ അവന് താല്പര്യം കുറയും. സലാം പറയുക എന്നുള്ള പ്രവണത അവനിൽ നിന്ന് പതിയെ പതിയെ കുറഞ്ഞു പോവുക അസൂയ വളരുന്നതിന്റെ അടയാളമാണ്. മറ്റൊരാളെ സഹായിക്കുവാനുള്ള നമ്മുടെ മനസ്ഥിതി നമുക്ക് നഷ്ടപ്പെടുക. നമ്മളൊക്കെ നമ്മുടെ തന്നെ ജീവിതത്തിൽ മാത്രം ജീവിക്കുക. സോഷ്യലാവാൻ എന്തോ ഒരു ഉദാസീനത, സമ്പർക്കത്തിൽ ഏർപ്പെടാൻ എന്തോ ഒരു ആലസ്യം, നമ്മളിങ്ങനെ വേട്ടയാടുക. ഒറ്റക്കിരിക്കാൻ മാത്രം പൂതി, സോഷ്യലാവാൻ പൂതിയില്ല. ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്താണ്? മനുഷ്യനെങ്ങനെ സോഷ്യലാക്കല്ലേ. മഗ്രിബിന്റെ വാങ്ക് കേട്ട് നമ്മൾ ജമാഅത്തായിട്ട് മഗ്രിബ് നിസ്കരിച്ച ആൾക്കാരാ. ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ കേട്ട എന്താ അല്ലേ? ഒരു 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും അതേ മിഹ്റാബിന്റെ മിനാരത്തിന്റെ മുകളിൽ നിന്ന് അതേ ശബ്ദം കേൾക്കാൻ, ഹയ്യ അല സ്വലാഹ്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ. അടുത്ത വചനം എന്താണ്? ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. പള്ളിയിൽ പോയാൽ നമ്മൾ എന്താവുന്നത്? സോഷ്യലാവാൻ. ഈ മക്കാമിന്റെ മുറ്റത്ത് നമ്മൾ എന്തായത്? സോഷ്യലാവാൻ. സോഷ്യലാവുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തൽക്കാലം ഒന്ന് ലീവ് എടുത്തിട്ട് നമ്മളൊന്ന് കൂടിയിരിക്കുക. ഈ സമ്പർക്കത്തിനാണ് ഇസ്ലാം എല്ലാ സ്ഥലത്തും പ്രാധാന്യം കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ അതാണ്. യദുല്ലാഹി അലൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരലുകളുടെ സംഘടനാ സ്വഭാവങ്ങളുടെ മുകളിൽ അള്ളാഹുവിന്റെ ഒരു മനോഹരമായ അനുഗ്രഹം പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ എവിടെയും കൂടുക, കുടുംബ സംഗമങ്ങള് മനുഷ്യനെ സോഷ്യലാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികളെ സോഷ്യൽ മീഡിയ മാത്രം നമ്മളെ കുട്ടിയെ മറ്റൊരു ജീവിയാക്കി അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ആളാക്കി മാറ്റാൻ അവന് സോഷ്യലാക്കാൻ കഴിയണില്ലല്ലോ. കാരണം ആ കുട്ടിയുടെ മുമ്പിലുള്ള ജീവിതം സ്ക്രീൻ ലൈഫാണ്. സ്ക്രീൻ ലൈഫ്. അപ്പൊ ഹൃദയം ഓഫാകുമ്പോഴാണ് സ്ക്രീൻ ഓണാവുക. സ്ക്രീൻ ഓഫാകുമ്പോഴാണ് ഹൃദയം ഓണാവുക അല്ലെ? പഴയ കാലത്തൊക്കെ 80 കിട്ടുകൾ 90 കിട്ടുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മളൊക്കെ ഒരു ബാല്യകാലത്ത് റേഷൻ ഷാപ്പിലേക്ക് ഉമ്മ കൊടുത്തുവിടുന്ന ഒരു തുണിസഞ്ചി, കാലി സഞ്ചി പിടിച്ചിട്ട് ഒരു റേഷൻ കാർഡ് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ പോകുന്ന ഒരു ശൈശവം. എന്നിട്ട് റേഷൻ ഷാപ്പിന്റെ മേശയുടെ മുകളിൽ നമ്മുടെ കാർഡ് നമ്മൾ കൊണ്ടുപോയി വെക്കുക. അട്ടിക്കട്ടിക്ക് വന്നവർ അവരവരുടെ റേഷൻ കാർഡുകൾ വെക്കുക. അവിടെ അക്ഷമനായി ഒരു കുട്ടിയും കാത്തിരിക്കുന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് ആ ഷോപ്പ് കീപ്പറെ അത് നേരെ ഉൾട്ടാ പുൾട്ടയാക്കിയിട്ട് മാറ്റാൻ. ആദ്യം വന്ന ആൾക്ക് ആദ്യം സാധനം കിട്ടാൻ, മറ്റവർ കാത്തിരിക്കാൻ അല്ലേ? അസ്വസ്ഥതകള് അവിടെ രൂപപ്പെട്ടിട്ടില്ല. അവിടെ ഒരു LP സ്കൂളിൽ പഠിക്കുന്ന UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അന്നത്തെ കാലത്ത് റേഷൻ ഷാപ്പിലേക്ക് ചില്ലാനം വാങ്ങാൻ, ഭക്ഷണ വ്യഞ്ജനങ്ങൾ വാങ്ങാൻ, ധാന്യം വാങ്ങാൻ ഒക്കെ കടന്നുപോയപ്പോ ആ കുട്ടി അറിയാതെ സിലബസിന്റെ പുറത്തുള്ള വേറെ എന്തൊക്കെയോ ജീവിതം പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ കാരണന്മാര് നമ്മളോട് പറയും, ഒരു കൊട കരുതിയിട്ടില്ല, മഴക്കാലമാണെങ്കിലും കൊട കരുതിയിട്ടില്ല. ആ കുട്ടി പിന്നെ ധാന്യങ്ങൾ അടങ്ങിയ സഞ്ചി കെട്ടിയിട്ട് അത് ശിരസിൽ വഹിച്ചിട്ട് തിരിച്ചു പോരുമ്പോ മഴ ഇങ്ങനെ പെയ്യുമ്പോ ഉമ്മാക്ക് അസ്വസ്ഥതല്ല. ഉമ്മക്കറിയാം മഴയാണ്, കാർമേഘം ഇങ്ങനെ ഘനീഭവിച്ച് നിൽക്കുകയാണ്. എന്റെ കുട്ടി ഏതെങ്കിലും ഷെൽട്ടറിൽ കയറിയിട്ടുണ്ടാകും. അത് കടത്തിണ്ണയാവാം, അത് ബസ് സ്റ്റോപ്പ് ആവാം, ഏതെങ്കിലും ഒരു ഇടമാവാം, അവിടെ കയറിയിട്ടുണ്ടാകും. അത് ഈ കുട്ടിക്കും അറിയാം. മഴ തോരും കുറച്ച് കഴിയുമ്പോ, അപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അസ്വസ്ഥതകളില്ല. അവധാനതകളെ പരിശീലന കളരിയുടെ ഒരു ടൂളാക്കി മാറ്റിയെടുത്തൊരു ബാല്യകാലം.
അതുകൊണ്ട് തന്നെ അന്നത്തെ കുട്ടി ഒരിക്കലും ടോക്സിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അവർ എല്ലാത്തിനെയും വളരെ മനോഹരമായി കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ആ പഴയ കാരണന്മാര് പറയാറുണ്ട്, ഞങ്ങളെ ഉമ്മയും ബാപ്പയൊക്കെ ഞങ്ങളെ സമ്പാദിക്കാൻ പഠിപ്പിക്കാൻ മറന്നുപോയി, എങ്കിലും ജീവിക്കാൻ പഠിപ്പിക്കാൻ മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് അവർ ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിച്ചു, അധ്വാനിക്കാൻ സമ്പാദിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പുതിയ തലമുറ പറയുന്നതിന്റെ നേരെ വിപരീതം. പുതിയ തലമുറ പറയുന്നത് എന്താണ്? ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കാൻ മറന്നുപോയി. ഇതിന്റെ ഇടയിൽ, ഏത് തിരക്കിന്റെ ഇടയിൽ? ഞങ്ങളെ സമ്പാദിക്കാൻ പഠിപ്പിക്കുന്ന തിരക്കിന്റെ ഇടയിൽ. സമ്പാദനം എങ്ങനെയും ആവാം, അല്ലേ? എങ്ങനെയും ആവാം. അവിടെയാണ് ഞാൻ വിഹിതം അവിഹിതം എന്നൊക്കെ പറഞ്ഞത്. അവിടെ ഖൽബിന്റെ ഹുളൂർ ഉണ്ടെങ്കിൽ മാത്രല്ലേ എൻ്റെ മുമ്പിലേക്ക് ഈ സമ്പാദനത്തിന്റെ പ്ലാറ്റ്ഫോം, അതിന്റെ വാതിൽ ഇങ്ങനെ തുറക്കപ്പെട്ടപ്പോ ഞാൻ ഏത് സമ്പാദനത്തിന്റെ രീതിയെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മളെ ദീന് അതിന്റെ ഋജുവായ പാതയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുക്കാൻ അവന് പക്വത കൊടുക്കുന്നത് അവന്റെ ഹൃദയപരതയാണ്. ഇല്ലെങ്കിൽ ഏതിലേക്കും പോയിക്കൂടെ അവന്? അതുകൊണ്ടാണ് മതനിഷ്ഠയാണ് ഈ രാജ്യത്തിന്റെ സമാധാനത്തെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്.